LDF-ന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രം 2021 തൊഴിൽ നയം 891 ഒന്ന് വായിക്കാമോ? ഇതൊന്ന് വായിച്ചേട്ടെ. അംഗനവാടി ജീവനക്കാർ വായിച്ചേട്ടെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അല്ല, ഇത് ഞാൻ പ്രകടനപത്രിക പറഞ്ഞു. അല്ല ഇത് ക്ലിയർ ചെയ്യാൻ അല്ലെന്നേ, പ്രകടന പത്രിക നിങ്ങൾ 2021 കണ്ടതല്ലേ? അല്ലെന്നേ, പ്രകടന പത്രിക നിങ്ങൾ 2021 കണ്ടതല്ലേ? അതിപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞത് LDF ചെയ്യും, ചെയ്തു തന്നെയാ പോകുന്നത്. നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് ചില മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? നേരത്തെ കാണിച്ച CPM-ന്റെ പ്രകടന പത്രികയിലെ സാമൂഹ്യ സുരക്ഷ, അംഗനവാടി, ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം 700 രൂപ. എന്താ ഉറക്കം വരുന്നു? CPM-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ അതിനകത്ത് അനുബന്ധം ഇനം 890 നീ ഒന്നും പണയണ്ട. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? നിങ്ങൾ കൊടുക്കുന്ന വാർത്താക്കുറിപ്പ് പോലെ വ്യാജമായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന വാർത്താക്കുറിപ്പ് പോലെ വ്യാജമായിരിക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. ഇത് നോക്കൂ, CPM മിനിസ്റ്റർ പറഞ്ഞത് ഇത് വളരെ കഷ്ടമാണ് കേട്ടോ. ഇത് വളരെ കഷ്ടമാണ്. അപ്പൊ ഞാൻ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ. ഇത് വളരെ കഷ്ടമാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുന്നു. ഇത് കേന്ദ്ര ഞാൻ പിന്നോട്ട് പോയില്ല. മിനിസ്റ്റർ ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ പരിശോധിച്ചു. ഇപ്പൊ എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു സാധനമാണിത്. ഞാൻ നോക്കിയതാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ. ഞാൻ സത്യമാണ് പറഞ്ഞത് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾ വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.